ധർമ്മസഖാക്കളെ പോരിനു പോരണേ, ധർമ്മ പതാകയെ വാനിലുയർത്തണേ. ധർമ്മസഖാക്കളെ പോരിനു പോരണേ, ധർമ്മ പതാകയെ വാനിലുയർത്തണേ. അരുതായ്മകളെ പൊരുതി ജയിക്കാൻ പോരി. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീൻ. ആദരവുള്ള പണ്ഡിതന്മാരെ, നേതാക്കളെ, SSFന്റെ കർമ്മധീരരായ പ്രവർത്തകന്മാരെ, SSFന്റെ 20ാം വാർഷിക മഹാസമ്മേളനത്തിൽ സംബന്ധിച്ചിരിക്കുകയാണ് നാം എല്ലാവരും. 20 വർഷം പിന്നിട്ട ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം അതിൻ്റെ ഉത്തമമായ ലക്ഷ്യത്തിലേക്ക് വളരെ ശക്തമായ പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷം മുമ്പ് ദശാബ്ദി അതിൻ്റെ 10ാം വാർഷിക സമ്മേളനത്തിൽ നാം ഒരുമിച്ച് കൂടിയിരുന്നു. ആ കാലഘട്ടത്തെ സാഹചര്യവും അന്നുണ്ടായിരുന്ന പ്രവർത്തകന്മാരും അന്ന് സംഘടനയുടെ പ്രവർത്തന മേഖലയിലുണ്ടായിരുന്ന അവസ്ഥകളും അല്ല ഇന്ന് ഏകദേശമുള്ളത്. നാം ജീവിക്കുന്ന ഈ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ചുറ്റുപാടുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റത്തെ ഉൾക്കൊള്ളാൻ നമ്മുടെ പ്രസ്ഥാനത്തിന് സാധിക്കുന്നു എന്നതാണ് നാം 20 വർഷത്തിനുള്ളിൽ നേടിയെടുത്ത ഏറ്റവും വലിയ കഴിവ്. സമൂഹത്തിന്റെയും രാഷ്ട്രത്തിന്റെയും മാറ്റത്തെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുന്നു. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, നാം ഉയർത്തിപ്പിടിച്ച ആദർശത്തിന്റെ തനിമ, അതിന്റെ വ്യക്തിത്വം, അതിന്റെ തെളിമ മാത്രമാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഉറക്കെ പറയാൻ ആഗ്രഹിക്കുകയാണ്. SSFന് ഇവിടെ 2 മേഖലകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 2 മേഖലകൾ വികസിപ്പിക്കേണ്ടതുണ്ട്, വളർത്തേണ്ടതുണ്ട്, ഉൾക്കൊള്ളേണ്ടതുണ്ട്. അഥവാ ഒന്ന്, അവർ ഉൾക്കൊള്ളുന്ന ആദർശം, അചഞ്ചലമായ ഋജുവായ ആദർശം. ആ ആദർശത്തിന്റെ തനിമയും അതിന്റെ വ്യക്തിത്വവും നിലനിർത്താൻ വേണ്ടി ആദർശ വിരോധികളോട് സന്ധിയില്ലാ സമരം ചെയ്തുകൊണ്ട് വേണം നമ്മുടെ പടവുകൾ മുന്നോട്ട് നമുക്ക് ചവിട്ടിക്കയറാൻ. ആദർശ വിരോധികൾ, ആദർശത്തിന്റെ ശത്രുക്കൾ, അവരോട് ഒരു ഭാഗത്ത് സമരം ചെയ്യുന്നതോടൊപ്പം തന്നെ നാം ജീവിക്കുന്ന ചുറ്റുപാട്, ഈ ഇന്ത്യ രാജ്യം, ആ ഇന്ത്യ രാജ്യം ഉൾക്കൊള്ളുന്ന സമൂഹം, ആ സമൂഹത്തെക്കുറിച്ചും നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാടും വ്യക്തമായ ധാരണയും അറിവും ഉള്ളതോടുകൂടി തന്നെയാണ് നാം ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലക്ക് ഇവിടെ പ്രവർത്തിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥി സംഘടന എന്ന് കേൾക്കുമ്പോൾ ഏതൊക്കെയോ അവകാശങ്ങൾ മാത്രമേ അവർക്ക് സംസാരിക്കാനുള്ളൂ. ഈ രാഷ്ട്രത്തോട്, അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശക്തികളോട് ഏതെങ്കിലും അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി തെരുവിൽ സമരം ചെയ്യുന്ന ഒരു ഭീകരമായ രൂപം ആരെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് തെറ്റിപ്പോയി. അവര് SSFന്റെ പ്രവർത്തകന്മാര് വെറും തെരുവിലെ യോദ്ധാക്കളല്ല. SSFന്റെ യുദ്ധം, SSFന്റെ പ്രവർത്തകന്മാരുടെ യുദ്ധം ഇവിടെ നടക്കുന്ന തെരുവുകളിൽ ഏതെങ്കിലും ബസ്സുകളോട്, അല്ലെങ്കിൽ ഏതെങ്കിലും സർക്കാർ ഓഫീസുകളോട്, അല്ലെങ്കിൽ ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥന്മാരോട്, അവരോടൊതുങ്ങുന്ന സമരമല്ല, അവരോടുള്ള കേവല സമരമല്ല SSF ഇതേവരെ നടത്തിയത്. SSF നടത്തിയ സമരം ഈ രാജ്യത്തെ ജനങ്ങളുടെ ഹൃദയത്തെ പരിവർത്തന വിധേയമാക്കുന്ന, മനുഷ്യ മനസ്സുകളെ മാറ്റിമറിക്കാവുന്ന ആദർശത്തിന്റെ സംഘട്ടനം, ആദർശപരമായ സമരമാണ് നയിച്ചത്. ആ സമരത്തിന്റെ ഫലമാണ്
നാം ഇത്രയും വളരെ അച്ചടക്കമുള്ള ആദർശബോധമുള്ള ഒരു സമൂഹത്തെ പടുത്തുയർത്താൻ നമുക്ക് സാധിച്ചത് എന്ന് ഈ സന്ദർഭത്തിൽ നമുക്ക് അനുസ്മരിക്കാൻ കഴിയും. പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ, 20 വർഷം നാം പിന്നിട്ടു. നാം പിന്നിട്ട വഴികൾ നമുക്കൊക്കെ ഓർമ്മയുണ്ടാകും. നമ്മുടെ സ്മരണികകൾ, കഴിഞ്ഞ 10 വർഷം മുമ്പ് ഇറങ്ങിയ സ്മരണിക നിങ്ങളുടെയൊക്കെ പെട്ടികളിൽ ഒരുപക്ഷെ സൂക്ഷിപ്പുണ്ടാകും, അല്ലെങ്കിൽ പഴയ പ്രവർത്തകന്മാരുടെ കൈകളിലുണ്ടാകും. ഇനി ഈ സമ്മേളനത്തിന് ശേഷവും സ്മരണിക ഇറങ്ങും. അതിലുപരി നമ്മുടെ ഹൃദയത്തിൽ വലിയ ഒരു സ്മരണ നാം സൂക്ഷിക്കേണ്ടതുണ്ട്. 20 വർഷം നാം ചവിട്ടിക്കയറിയ പടവുകൾ, നാം യാത്ര ചെയ്തു പോന്ന വഴികൾ, ആ വഴികളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അഭിമാനത്തിന്റെ, അന്തസ്സിന്റെ വീര ചരിത്രങ്ങൾ, വീരസ്മരണകൾ നമുക്കവിടെ കാണാൻ കഴിയുന്നു. നമുക്ക് ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലക്ക് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു, പ്രതിസന്ധികളുണ്ടായിരുന്നു. അതിലുപരി ഞാൻ നേരത്തെ പറഞ്ഞ ആദർശ വിരോധികളിൽ നിന്നുള്ള എതിർപ്പുകൾ നമുക്കുണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് എതിർപ്പുകൾക്കിടയിലാണ് നാം ചവിട്ടിക്കയറിയത് നമ്മുടെ വിജയത്തിന്റെ സോപാനത്തിലേക്ക്, നമ്മുടെ വിജയത്തിന്റെ, നമ്മുടെ ലക്ഷ്യത്തിന്റെ മാർഗത്തിൽ കൂടി നാം സഞ്ചരിച്ചത്. കഴിഞ്ഞ പാതയിൽ, കഴിഞ്ഞ യാത്രയിൽ നാം എന്തെല്ലാം അനുഭവിച്ചു നിങ്ങൾ ആലോചിച്ചു നോക്കൂ. എന്തെല്ലാം പ്രയാസങ്ങളും പ്രതിസന്ധികളും, സാമ്പത്തികമായ നഷ്ടങ്ങൾ, ശാരീരികമായ നഷ്ടങ്ങൾ, ആത്മാഭിമാനത്തിനേറ്റ ക്ഷതങ്ങൾ എല്ലാം അനുഭവിച്ചുകൊണ്ട് നാം ഉയർത്തിപ്പിടിച്ച ഒരു തത്വത്തിന് വേണ്ടി എന്ത് തന്നെ കാറ്റും കോളുമുണ്ടായാലും ഉറച്ചു നിൽക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി നമ്മുടെ പ്രവർത്തകന്മാർ മുന്നേറിയപ്പോൾ ഇതാ ഇതുപോലെയുള്ളൊരു ഖാദിസിയ നമുക്കിവിടെ രചിക്കാൻ സാധിച്ചിരിക്കുന്നു. ഇനിയും നമുക്ക് ഖാദിസിയകൾ രചിക്കണം. പല ആളുകളും വിചാരിച്ചിരുന്നു നാം ഇതിന്റെ ഒക്കെ മുമ്പ് നശിച്ചു പോകുമെന്ന്. അത് അവരുടെ വ്യാമോഹമായിരുന്നു. നമ്മൾ തകർക്കാൻ, നമ്മെ നശിപ്പിക്കാൻ നാം ഉയർന്നു വരുമ്പോൾ, ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം വളർന്നു വരുമ്പോൾ വഴിയിൽ വെച്ച് നമ്മുടെ കാല് മുറിക്കാനും കൈമുറിക്കാനും നമ്മുടെ പിന്തിരിപ്പിക്കാനും ഒരുപാട് ശക്തികൾ ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്വന്തക്കാരായ ആളുകൾ നാം വേദനയോടുകൂടി ഈ 20 വർഷം തികഞ്ഞ ഈ സന്ദർഭത്തിൽ വേദനയോടുകൂടി സ്മരിക്കേണ്ടതാണ്. നമ്മുടെ സ്വന്തക്കാർ എന്ന് നാം കരുതിപ്പോയ ആളുകൾ വരെ നമ്മെ പിടിച്ച് കുളത്തിൽ മുക്കാൻ ആഹ്വാനം ചെയ്തു പോയി. നാം ഈ സന്ദർഭത്തിൽ ഓർക്കുന്നു, അത്തരം ആളുകൾ കുളത്തിൽ മുങ്ങിപ്പോയി. നാം വളരെ സുരക്ഷിതരായി നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പ്രയാണം തുടരാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാകും. അതല്ല, നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം ഭൂരിപക്ഷ വർഗീയതയാണ്. എന്താണ് ഭൂരിപക്ഷ വർഗീയത? നടക്കുന്നുണ്ടോ? ഭൂരിപക്ഷത്തിനോട് വർഗീയതയുണ്ടോ? ഇല്ല. ഇവിടെ വർഗീയത യഥാർത്ഥമായിട്ടുള്ളത് ന്യൂനപക്ഷത്തിനാണ്. അതുകൊണ്ട് ഭൂരിപക്ഷ വർഗീയത എന്ന പ്രയോഗം തന്നെ നമ്മൾ ഒഴിവാക്കേണ്ടിയിരിക്കുന്നു. യഥാർത്ഥമായി ഇന്ന് ഇന്ത്യയിലുള്ളത് ഒരു ചെറിയ ന്യൂനപക്ഷത്തിന്റെ വർഗീയത മാത്രമാണ്. ഈ വർഗീയതയാണ് പ്രശ്നമുണ്ടാക്കുന്നത്. അതുകൊണ്ട് ആ വർഗീയത മാറിക്കിട്ടിയാൽ ഇന്ത്യൻ മുസ്ലിങ്ങൾ രക്ഷപ്പെടും എന്ന ചിന്തയാണ് മറ്റു പലർക്കും ഉള്ളത്. ഇനി ഇതൊക്കെ കഴിഞ്ഞു പോയാലും ഇതൊരു പരിഹാരമാണോ എന്ന് ഓരോ മുസ്ലിമും ചിന്തിക്കണം. നമ്മളെല്ലാവരും സംഘടിക്കുകയാണ്. എല്ലാവരും മുസ്ലിങ്ങളെ ആക്രമിക്കാൻ വരുന്നുള്ളത് എല്ലാവരും സംഘടിക്കുക, ആയുധമെടുക്കുക, ജിഹാദ് നടത്തുക. ഇസ്ലാമിക മൂല്യങ്ങൾ ഇതാണ് പഠിപ്പിക്കുന്നത്. ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ മുസ്ലിങ്ങൾ ആയുധമെടുത്ത് രംഗത്തിറങ്ങിയാൽ അവർക്ക് അതുകൊണ്ട് എങ്ങനെ വിജയിക്കാൻ കഴിയും എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. ജനാധിപത്യ രാജ്യമാണിത്. ജനാധിപത്യ രാജ്യങ്ങളിൽ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അമുസ്ലിങ്ങൾ എന്ന് പറയുന്ന വിഭാഗം ഒരിക്കലും മുസ്ലിങ്ങൾക്കെതിരല്ല. ആകെ 10 കോടി മുസൽമാന്റെ പ്രശ്നമാണുള്ളത്. 10 കോടി മുസൽമാൻ മാത്രം വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാബരി മസ്ജിദിന്റെ പ്രശ്നം തീരുമോ? 10 കോടി മുസൽമാൻ മുഴുവൻ ഒരു പാർട്ടിയെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ പ്രശ്നം ഇവിടെ തീർക്കാൻ കഴിയുമോ? അങ്ങനെ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടാവുകയും മറ്റുള്ള പാർട്ടികളൊക്കെ അല്ലെങ്കിൽ മറ്റുള്ള മതക്കാരൊക്കെ അന്യരായി കാണുകയും ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കാൻ പെടുമോ? എനിക്ക് തോന്നുന്നത് അത് ഒരിക്കലും ശാശ്വതമായ പരിഹാരമല്ല എന്നാണ്. മറിച്ച് നമുക്കുള്ള പരിഹാരം യഥാർത്ഥത്തില് നമ്മൾ വിശ്വസിക്കുന്ന മൂല്യങ്ങളിലേക്ക് മടങ്ങുക തന്നെയാണ്. ഇന്ത്യ രാജ്യം നമുക്ക് ജീവിക്കാൻ കഴിയില്ല, അതുകൊണ്ട് നമ്മുടെ രാജ്യമല്ല എന്ന് നമ്മുടെ മുസ്ലിങ്ങളിൽ പലരും പറയാൻ തുടങ്ങിയ എന്തായിരിക്കും സ്ഥിതി? ഇന്ത്യ മഹാരാജ്യത്ത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, മുസ്ലിങ്ങളോട് മർദ്ദിക്കപ്പെടുകയാണ്, അതുകൊണ്ട് നമ്മൾ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പോവുകയാണ് ചെയ്ത് ഈ രാജ്യത്തെ ഞാൻ സേവിക്കാൻ തന്നെ ഇല്ല എന്നൊരു മുസ്ലിമിന് പറയാൻ പാടുണ്ടോ? അതല്ലെങ്കിൽ ആദ്യം മുസ്ലിം ആകണോ പിന്നെ ഇന്ത്യക്കാരനാകണോ, അതോ ആദ്യം ഇന്ത്യക്കാരനാകണോ പിന്നെ
കാര്യമുണ്ടോ? നമുക്ക് ഇതുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. ആദ്യം നമ്മൾ മുസ്ലിം ആകണോ ആദ്യം ഇന്ത്യക്കാരനാകണോ എന്നുള്ളത് പല ആളുകളും പല അർത്ഥത്തിൽ പറയാറുണ്ട്. ആദ്യം മുസ്ലിം ആകണമെന്ന് പറയും ഒരു വിഭാഗം, മതത്തിന്റെ ആളുകൾ പറയും, വിശ്വാസികൾ പറയും ആദ്യം മുസ്ലിം ആകണമെന്ന് പറയും. ആദ്യം ഇന്ത്യക്കാരനാകണമെന്ന് രാഷ്ട്രീയക്കാർ പറയും. പക്ഷെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ രണ്ടും വേർതിരിച്ച് പറയാൻ പറ്റുമോ? ഏതാണ് ആദ്യം ഏതാണ് രണ്ടാമതെന്ന് പറയാൻ പറ്റുമോ? മൗലാന മുഹമ്മദ് അലി പറയുകയുണ്ടായി, വി ബിലോങ് ടു 2 സർക്കിൾസ്, ബോത്ത് ആർ മൂവിംഗ് ഇൻ ദ സെയിം ഡിറക്ഷൻ. വി ബിലോങ് ടു ബോത്ത് സർക്കിൾസ്, 2 സർക്കിൾസ്, രണ്ട് വൃത്തമാണ് മുസ്ലിങ്ങൾക്കുള്ളത്. ഈ രണ്ട് വൃത്തവും ഒരേ പാതയാണ് സഞ്ചരിക്കുന്നത്. ഇതിൽ ഏതു വൃത്തമാണ് മുമ്പിലേക്ക് സഞ്ചരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. കാരണം രണ്ടും ഒരേ ലൈനിലാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ആദ്യം മുസ്ലിം ആകണോ ആദ്യം ഇന്ത്യക്കാരനാകണോ, അല്ലെങ്കിൽ ആദ്യം മുസ്ലിം ആകണോ പിന്നെ ദേശസ്നേഹിയാകണോ എന്ന ചർച്ചയ്ക്ക് ഒരു പ്രസക്തിയുമില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ആദ്യം മുസ്ലിം ആകണമെങ്കിൽ ആദ്യം ദേശസ്നേഹി തന്നെയാണ്, ആദ്യം ദേശസ്നേഹിയാണെങ്കിൽ ആദ്യം മുസ്ലിം തന്നെയാണ്. ഈ ചിന്താഗതിയാണ് യഥാർത്ഥത്തിൽ മുസ്ലിമിന് വേണ്ടത്. ഈ ചിന്താഗതി മനുഷ്യന്റെ മനസ്സിലുള്ളിടത്തോളം കാലം ഒരിക്കലും സ്വന്തം രാജ്യത്തിനെതിരെ ചിന്തിക്കുവാനുള്ള ഒരു മനസ്സും അവന്റെ മനസ്സിലുണ്ടാകുകയില്ല, ഒരു ചിന്താഗതിയും അവന്റെ മനസ്സിലേക്ക് വരികയില്ല. ഈ രാജ്യം എന്ത് പറഞ്ഞാലും ആര് പറഞ്ഞാലും വീരേന്ദ്രകുമാർ സാർ പറഞ്ഞതുപോലെ നമുക്കുള്ള കബറിടങ്ങൾ ഇവിടെയാണ് കിടക്കുന്നത്, നമുക്ക് മരിച്ചു വീഴാനുള്ള സ്ഥലം ഇവിടെയാണ്. അതുകൊണ്ട് ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയില്ല. ഭരണം നമുക്കെതിരാണ്, ആളുകൾ നമുക്കെതിരെയാണ്, മന്ത്രിമാരെ നമ്മൾ ക്ഷണിച്ചാൽ കിട്ടുന്നില്ല, അതുപോലെ പോലീസ് നമുക്ക് വേണ്ടി അനുകൂലിക്കുന്നില്ല, നമുക്ക് ഈ റോഡിലൊന്നും ഹോൺ ഇടാൻ സമ്മതിക്കുന്നില്ല, മറ്റു ആളുകൾ സമ്മേളനം നടത്തുമ്പോൾ മുഴുവൻ ഹോൺ ഇടാൻ പറ്റുന്നുണ്ട്, നമുക്ക് വേണ്ടത്ര ട്യൂബ് കെട്ടാൻ നമുക്ക് കാശില്ല. ഇങ്ങനെയുള്ള ഒരുപാട് പരാതികൾ പറഞ്ഞതുകൊണ്ട് നമ്മൾ ഈ ലോകത്ത് ജീവിക്കേണ്ടവരല്ല, അല്ലെങ്കിൽ നമുക്ക് ഈ മണ്ണിനെ എന്തിനു സ്നേഹിക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നാനാഭാഗത്തും അവർ മൃഗീയമായി ആക്രമിക്കപ്പെടുകയാണ്. വളരെ കുറ്റകരമായ കാര്യമാണ്. അങ്ങനെ അനാവശ്യങ്ങളിൽ നിന്ന് പിന്നെ വിരക്തി കാണിച്ചുകൊണ്ട് അതിൽ നിന്ന് അകന്ന് ജീവിച്ചിട്ടുള്ളവരാണ് അള്ളാഹുവിന്റെ വലിയമാരെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള മഹാരഥന്മാരായ ആളുകൾ ഇത്തരം അനാവശ്യങ്ങളിൽ നിന്ന് ജനങ്ങളെ അകറ്റുന്നതിന് വേണ്ടി ബോധവൽക്കരണം നടത്തി ജീവിച്ചു മരിച്ചുപോയ മഹാരഥന്മാർ അവരുടെ കബറിടങ്ങളിൽ വെച്ചുകൊണ്ട് ഇത്തരം അനാവശ്യങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും തന്നെ ക്ഷന്തവ്യമല്ല. അതിനെതിരെ നാം ശബ്ദിക്കേണ്ടതാകുന്നു. നിങ്ങൾ നോക്കുക, വളരെ നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ വളരെ ഗുരുതരമാണ്. കബറിടങ്ങളിൽ അനാവശ്യമായി വിളക്ക് കത്തിക്കുന്നത് ഹറാമാണെന്ന് ഫിഖ്ഹിന്റെ കിതാബുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആവശ്യത്തിലുപരിയായി അവിടെ വിളക്ക് ദീപാലങ്കാരം നടന്നുകൊണ്ടിരിക്കുന്നു. എന്തിനേറെ പറയണം, റാത്തീബിന്റെ സദസ്സുകളിൽ നിലവിളക്ക് കത്തിക്കുന്ന സമ്പ്രദായമുണ്ട്. നിലവിളക്ക് ഈ കേരളത്തിൽ ഒച്ചപ്പാടുണ്ടാക്കിയ ഒരു പ്രശ്നമാണ്. ആ മസ്അലയിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഇവിടെ പറയുന്നത് റാത്തീബിന്റെ സദസ്സിൽ നമ്മുടെ മുഖത്ത് നോക്കി പൊട്ടിച്ചിരിക്കുന്ന വൈദ്യുത ദീപങ്ങൾ, ആ ദീപങ്ങളെ നോക്കി പരിഹസിച്ചുകൊണ്ട് നിലവിളക്ക് എണ്ണ തിരികൾ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഹറാമല്ലേ? കുറ്റകരമാണ്. അനാവശ്യമായി വിളക്ക് കത്തിക്കുന്നത് ഹറാമാണെന്ന് നമ്മുടെ ഫിഖ്ഹിന്റെ കിതാബുകളിലൊക്കെ പറഞ്ഞിരിക്കുകയാണ്. നിലവിളക്കിൽ ഒഴിച്ചിട്ടുള്ള എണ്ണക്ക് ബറക്കത്ത് കൂടാനാണെങ്കിൽ അതിന്റെ ഒരറ്റത്ത് തിരി കത്തിച്ചെങ്കിലേ ബറക്കത്ത് ഇറങ്ങൂ എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, എവിടെയുമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള അനാവശ്യങ്ങളെ എതിർക്കേണ്ടത് ദീനീ പ്രവർത്തകരുടെ ബാധ്യതയാകുന്നു. അതുപോലെ തന്നെ സർവ്വസാധാരണമായി നമ്മുടെ ഇടയിലുള്ള ചില അന്ധവിശ്വാസങ്ങളുടെ ഉദാഹരണങ്ങൾ മാത്രം വേണ്ടി പറയുകയാണ്. മറ്റൊരു അന്ധവിശ്വാസമുണ്ട്. രാവിലെ സദക്ക ചെയ്യാൻ പാടില്ല, രാവിലെ കടം കൊടുക്കാൻ പാടില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം സുബഹി നിസ്കാരത്തിന് ശേഷം ചോദിക്കുകയാണ്, ഇന്ന് രാവിലെ സദക്ക ചെയ്തവർ നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട് എന്ന് ചോദിക്കുകയുണ്ടായി. സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, ഞാനുണ്ട് നബിയെ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൂടുതൽ സന്തുഷ്ടി പ്രകടിപ്പിക്കാനുണ്ടായത്. രാവിലെ കടം കൊടുക്കുന്നതിന് വിരോധമില്ല, രാവിലെ സദക്ക ചെയ്യുന്നതിന് വിരോധമില്ല. പക്ഷേ രാവിലെ വല്ലതും സൗജന്യമായി കൊടുക്കുകയോ രാവിലെ കച്ചവടക്കാരന് കടം കൊടുക്കുകയോ ചെയ്താൽ ബർക്കത്ത് കുറഞ്ഞു പോകുമെന്നുള്ള ഒരു അന്ധവിശ്വാസം നമ്മുടെ ഇടയിലുണ്ട്. എന്തിനേറെ പറയണം, ഒരു വഴിക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ യാത്ര തിരിക്കുമ്പോൾ മൂന്നാള് ഒന്നിച്ചു പോകാൻ പാടില്ല. സാധാരണഗതിയിൽ അസഭ്യമായ സഭ്യതരമായ ശ്ലീലമല്ലാത്തൊരു വാക്കാണ് അതിന് ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾക്ക് ഓർമ്മ വരാൻ വേണ്ടി ഞാൻ പറയുക തന്നെയാണ്. മൂന്നാള് പോയാൽ മൂഞ്ചി മടങ്ങേണ്ടി വരും എന്ന ഒരു പഴമൊഴിയാണ് വാസ്തവത്തിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ പ്രചാരത്തിലുള്ളത്. ഇത് അന്ധവിശ്വാസത്തിൽ നിന്ന് ജന്യമാകുന്നു. മൂന്നാള് പോയാൽ എന്ത് സംഭവിക്കും? മഹാനായ നബി തങ്ങൾ പറഞ്ഞു, വറാക്കിബ് ശൈത്താനും വറാക്കിബാനി ശൈത്താനാനി,
വസ്സലാസത്തു റക്ബുൻ. ഒരാൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നുവെങ്കിൽ അവൻ പിശാചിന്റെ കൂട്ടാളിയാണ്. 2 പേർ യാത്ര ചെയ്യുന്നുവെങ്കിൽ അവർ 2 പേരും പിശാചിന്റെ കൂട്ടാളികളാണ്. 3 പേർ യാത്ര ചെയ്യുന്നുവെങ്കിൽ അവർ യാത്രാ സംഘമായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഒറ്റയ്ക്ക് യാത്ര ചെയ്താൽ ഏകാന്തത ഉണ്ടാകും, അതിൽ നിന്ന് പല വിഷമങ്ങളും ഉണ്ടായേക്കാം. 2 പേരാകുമ്പോൾ ഒരാൾക്ക് രോഗം ബാധിക്കുകയോ പെട്ടെന്ന് മരണം സംഭവിക്കുകയോ അപകടങ്ങൾ സംഭവിക്കുകയോ ചെയ്താൽ മറ്റേ അതുമായി വിഷമിച്ചു പോകുന്നതാണ്. 3 ആളുണ്ടായാൽ പൂർണ്ണമായൊരു യാത്രാസംഘമായി, യാത്രാസംഘത്തിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് 3 പേരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ 3 ആൾ ഒരു വഴിക്ക് യാത്ര പോകാൻ പാടില്ല എന്ന് നമ്മുടെ ഇടയിൽ ഒരു വിശ്വാസം നിലനിൽക്കുകയാണ്. മാത്രമല്ല, യാത്രക്ക് ദിവസ നിർണയം നടത്തുന്നത് നാം കണക്ക് നോക്കുന്ന ആളുകളുടെ അടുത്ത് എന്നുകൊണ്ടാണ്. യാത്രക്ക് പുണ്യകരമായ ദിവസങ്ങൾ ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യാഴാഴ്ച ദിവസം യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്നുവെന്ന് സഹീഹുൽ ബുഖാരിയിൽ പറയുന്നു. വകാന യുഹിബ്ബു അൻ യഖ്റുജ യൗമൽ ഖമീസി. ഒരാൾ ഗൾഫിലേക്ക് പോകാൻ, ഹജ്ജിന് പോകാൻ, കച്ചവടത്തിന് പോകാൻ ഉദ്ദേശിക്കുമ്പോൾ അയാൾ ചെല്ലുന്നത് കണക്ക് നോക്കുന്ന ആളുടെ അടുത്താണ്. അയാളുടെ പറമ്പിന്റെ പേര് ചോദിക്കുന്നു, സ്വന്തം പേര് ചോദിക്കുന്നു, കണക്ക് കൂട്ടുകയായി. എന്നിട്ട് പറയുന്നു, നിങ്ങൾ എന്നാണ് യാത്ര പോകുന്നത്? വ്യാഴാഴ്ച പോകണമെന്നാണ് ഉദ്ദേശിച്ചത്. പറ്റില്ല, വ്യാഴാഴ്ച നിങ്ങൾ പോകേണ്ട അപകടമാണ് എന്ന് അയാൾ പറഞ്ഞാൽ വ്യാഴാഴ്ച ദിവസം മാറ്റിവെച്ചുകൊണ്ട് മറ്റു ദിവസം സ്വീകരിക്കുകയാണ്. മഹാനായ നബി തങ്ങളുടെ സുന്നത്തിന് വിരുദ്ധമായി ഇത്യാദി അന്ധവിശ്വാസങ്ങൾക്ക് അനുസൃതമായാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ശരിയല്ല. അതുപോലെ തന്നെ സമയനിർണയത്തിന് വേണ്ടി ചില ആളുകൾ സമീപിക്കാറുണ്ട്. അത് വാസ്തവത്തിൽ സമയം അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുക്കൂരിഹ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഹാരഥന്മാരായ സ്വഹാബത്ത് യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് അവരുടെ പുണ്യകരമായ യാത്രയ്ക്ക്, യുദ്ധയാത്രയ്ക്ക്, കച്ചവട യാത്രയ്ക്കൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ രാവിലെ സമയത്തായിരുന്നു ഇറങ്ങിത്തിരിക്കാറുണ്ടായിരുന്നത്. രാവിലെ നിശ്ചയിച്ചിട്ടുള്ള സമയം മാറ്റി വൈകുന്നേരമാക്കിയ സംഭവങ്ങൾ ഞാൻ ഓർക്കുകയാണ്. പല ആളുകളും എന്താണ് കാരണം? അവര് പണ്ഡിതോപദേശമല്ല തേടുന്നത്. ഇത്യാദി കാര്യങ്ങളിൽ, മതകാര്യങ്ങളിൽ പണ്ഡിതോപദേശം തേടുന്നതിന് പകരമായി കണക്ക് നോക്കുന്ന ആളുകൾ സമീപിക്കുന്നു. ആരെതിർക്കുവാൻ വരും ഈ കരങ്ങളെ താഴ്ത്തുവാൻ കഴിയും ഈ പതാകയെ. ആരെതിർക്കുവാൻ വരും ഈ കരങ്ങളെ താഴ്ത്തുവാൻ കഴിയും ഈ പതാകയെ. ഏതുവൻ തിരകളാൽ തടുത്തു നിർത്തുവാൻ കഴിയും തീക്കടൽ കടന്നു വന്ന ഈ യുവാക്കളെ. ആരെതിർക്കുവാൻ വരും ഈ കരങ്ങളെ താഴ്ത്തുവാൻ കഴിയും ഈ പതാകയെ. ഏതുവൻ തിരകളാൽ തടുത്തു നിർത്തുവാൻ കഴിയും തീക്കടൽ കടന്നു വന്ന ഈ യുവാക്കളെ. സിന്ദാബാദ് സിന്ദാബാദ് എസ്എസ്എഫ് സിന്ദാബാദ്. സിന്ദാബാദ് സിന്ദാബാദ് എസ്എസ്എഫ് സിന്ദാബാദ്. ഏതുവൻ മല തടുക്കും ഈ വിശുദ്ധ വീഥിയെ. ഏതുവാളിനാൽ തകർക്കും നെഞ്ചിലെ ഈമാനിനെ. ഏതുവൻ മല തടുക്കും ഈ വിശുദ്ധ വീഥിയെ. ഏതുവാളിനാൽ തകർക്കും നെഞ്ചിലെ ഈമാനിനെ. ആർക്കു വന്ന് നേർക്കുവാൻ കഴിയും ഈ കരുത്തിനാൽ? പഠിച്ചുണർന്നുദിച്ചു വന്ന ധർമ്മസംഘമേ. ആരെതിർക്കുവാൻ വരും ഈ കരങ്ങളെ താഴ്ത്തുവാൻ കഴിയും ഈ പതാകയെ. ഏതുവൻ തിരകളാൽ തടുത്തു നിർത്തുവാൻ കഴിയും തീക്കടൽ കടന്നു വന്ന ഈ യുവാക്കളെ. സിന്ദാബാദ് സിന്ദാബാദ് എസ്എസ്എഫ് സിന്ദാബാദ്. സിന്ദാബാദ് സിന്ദാബാദ് എസ്എസ്എഫ് സിന്ദാബാദ്. അന്ധതയുടെ പ്രളയമീതെ കപ്പലേറി വന്നു നാം. ആളിടുന്ന തീയിലും പുഞ്ചിരിച്ചു നിന്നു നാം. അന്ധതയുടെ പ്രളയമീതെ കപ്പലേറി വന്നു നാം. ആളിടുന്ന തീയിലും പുഞ്ചിരിച്ചു നിന്നു നാം. ആയിരങ്ങളാ തലച്ചു വന്ന നേരവും നിരായുധം ജ്വലിച്ചു ധീരവൈജയന്തി നാട്ടിനാം. ആരെതിർക്കുവാൻ വരും ഈ കരങ്ങളെ താഴ്ത്തുവാൻ കഴിയും ഈ പതാകയെ. ഏതുവൻ തിരകളാൽ തടുത്തു നിർത്തുവാൻ കഴിയും തീക്കടൽ കടന്നു വന്ന ഈ യുവാക്കളെ. സിന്ദാബാദ് സിന്ദാബാദ് എസ്എസ്എഫ് സിന്ദാബാദ്. സിന്ദാബാദ് സിന്ദാബാദ് എസ്എസ്എഫ് സിന്ദാബാദ്.
ധാർമ്മിക കൊടിയെടുത്തിറങ്ങിടൂ യുവാക്കളെ, നാട്ടിൽ വാഴും തിന്മയോട് പോർ വിളിക്കൂ സോദരെ. ധാർമ്മിക കൊടിയെടുത്തിറങ്ങിടൂ യുവാക്കളെ, നാട്ടിൽ വാഴും തിന്മയോട് പോർ വിളിക്കൂ സോദരെ. കീഴടങ്ങുവാൻ ഒരിക്കലും ഒരുക്കമല്ല എന്ന് ഉച്ചരിച്ചുറച്ചു നീങ്ങു ധീര സഹജരെ. ആരെതിർക്കുവാൻ വരും ഈ കരങ്ങളെ, വാക്ക് താഴ്ത്തുവാൻ കഴിയും ഈ പതാകയെ. ഏഴുവൻ തിരകളാൽ തടുത്തു നിർത്തുവാൻ കഴിയും ഈ കടൽ കടന്നു വന്ന ഈ യുവാക്കളെ. സിന്ദാബാദ് സിന്ദാബാദ് എസ്എസ്എഫ് സിന്ദാബാദ്, സിന്ദാബാദ് സിന്ദാബാദ് എസ്എസ്എഫ് സിന്ദാബാദ്, സിന്ദാബാദ് സിന്ദാബാദ് എസ്എസ്എഫ് സിന്ദാബാദ്, സിന്ദാബാദ് സിന്ദാബാദ് എസ്എസ്എഫ് സിന്ദാബാദ്. بسم الله الرحمن الرحيم. آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أيديهم بين أحد من رسلهم وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير. لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت. ربنا لا تؤاخذنا إن نسينا أو أخطأنا. ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا. ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم